ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് നമുക്കേവർക്കും പ്രിയങ്കരനായ അമിതാഭ് ബച്ചൻ തൻ്റെ 2ാം ജന്മദിനം ആഘോഷിക്കുകയുണ്ടായി. അമിതാഭ് ബച്ചൻ ആരാധകരുടെ ഊഷ്മളമായ ആശംസകൾക്ക് നന്ദി പറയുകയും ചെയ്തു. 1942 ഒക്ടോബർ 11-ന് ജനിച്ച അമിതാഭ് ബച്ചന് എന്താണ് ഈ 2ാം ജന്മം എന്നല്ലേ പറയാം. കൂലി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലുണ്ടായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 48 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. 1983-ൽ മൻമോഹൻ ദേശായിയുടെ സിനിമ ചിത്രീകരിക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടമാണ് അതിന് കാരണം. നടൻ പുനീത് കിസാറുമായുള്ള ഒരു സംഘടന രംഗത്തിനിടെ ബച്ചൻ ഒരു മേശയിൽ വീഴേണ്ടതായിരുന്നു. അതിനു പകരം അതിൻ്റെ അരികിൽ തട്ടി അടിവയറ്റിൽ ഗുരുതരമായി പരിക്കേറ്റു. പരിക്ക് വളരെ ഗുരുതരമായതിനാൽ ഒന്നിലധികം ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. എങ്കിലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം മരണമടഞ്ഞതായി പ്രഖ്യാപിക്കപ്പെട്ടു. ദുഃഖാചരണത്തിനുള്ള ഏർപ്പാടുകൾ വരെയായി. ഒടുവിൽ എങ്ങനെയോ മരണവക്രത്തിൽ നിന്നും കരകയറി. നാട് മുഴുവൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞ കാലം. നിരവധി മാസങ്ങൾ ഗുരുതരാവസ്ഥയിൽ ചെലവഴിച്ചതിന് ശേഷം ബച്ചൻ ഒടുവിൽ ഒരു ഓഗസ്റ്റ് 2-ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇപ്പോൾ രാജ്യത്തുടനീളം തൻ്റെ 2ാം ജന്മദിനമായി ആഘോഷിക്കുന്ന ദിവസമായിരുന്നു ഓഗസ്റ്റ് 2. ബച്ചൻ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സമാനതകളില്ലാത്ത അതിഗംഭീരമായ ശബ്ദവും പൗരുഷമുള്ള മുഖവും ഏവരെയും ആകർഷിക്കുന്നതാണ്. ബോളിവുഡിൻ്റെയും ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ്. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ നടൻ 1970-കളിലും 80-കളുടെ തുടക്കത്തിലും ആനന്ദ് സജ്ജീർ, ദീവാർ, അമർ അക്ബർ അന്തോണി തുടങ്ങിയ സിനിമകളിലൂടെ ബോളിവുഡ് വ്യവസായത്തെ ഇളക്കി മറിച്ച് ഒരു കൊടുങ്കാറ്റായി ഉയർന്നു. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ സിനിമാക്കാരുടെ പ്രതിച്ഛായയിൽ വിപ്ലവം സൃഷ്ടിച്ചു. അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ സിനിമാ വേഷങ്ങൾ കാരണം ഇന്ത്യയിലെ കോപാകുലനായ യുവാവ് എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രശസ്ത കവി ഹരിവംശ റായ് ബച്ചന്റെ മകനായി ജനിച്ച അമിതാഭ് ബച്ചൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നറിയാമോ? ശ്രീവാസ്തവ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പേര് അമിതാഭ് എന്ന് ആക്കി മാറ്റുകയും പിതാവിന്റെ തൂലികാനാമമായ ബച്ചൻ തന്റെ കുടുംബ പേരായി സ്വീകരിക്കുകയും ചെയ്തു. അമിതാഭ് ബച്ചൻ നൈനിറ്റാളിലെ ഷെർവുഡ് കോളേജിൽ പഠിക്കുകയും അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കിരോരിമാൽ കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. അങ്ങ് കൊൽക്കത്തയിൽ ചരക്ക് ബ്രോക്കറായി ജോലി ചെയ്ത ശേഷം വലിയൊരു സ്വപ്നവുമായി ഈ യുവാവ് ബോംബെയിലെത്തി. എങ്ങനെയും ബോളിവുഡ് സിനിമയിൽ കയറിക്കൂടണം. അമിതാഭ് ബച്ചൻ ബോംബെയിൽ എത്തിയ ശേഷം ഏറെ കഷ്ടതകൾ അനുഭവിച്ചു. പലപ്പോഴും രാത്രി കാലങ്ങളിൽ മറൈൻ ഡ്രൈവിൽ ഒരു ബെഞ്ചിൽ കുത്തിയിരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ട്. ബോളിവുഡിൽ ഒരു നായകനായി അഭിനയിക്കുക എന്നത് വളരെ കഠിന തപസ്സിന് തുല്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. 1969-ൽ ഖാജ് അഹമ്മദ് അബ്ബാസിന്റെ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലെ 7 നായകന്മാരിൽ ഒരാളായി അദ്ദേഹം തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. ആനന്ദ് എന്ന സിനിമയിൽ രാജേഷ് ഖന്നയ്ക്കൊപ്പം ഡോക്ടറായി അഭിനയിക്കുകയും മികച്ച സഹനടനുള്ള ഫിലിം ഫെയർ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തപ്പോഴാണ് ഈ 6 അടി 1 ഇഞ്ച് പൊക്കമുള്ള നടനെ പൊതുജനം ആദ്യം ശ്രദ്ധിക്കുന്നത്. തുടർച്ചയായി പരാജയപ്പെട്ട ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊന്നും ആ യുവാവിനെ പിന്തിരിപ്പിച്ചില്ല. തന്റെ സ്വപ്നങ്ങൾ പിന്തുടരുന്ന അമിതാഭ് ബച്ചൻ 1971-ൽ പുറത്തിറങ്ങിയ പ്രകാശ് മെഹ്റയുടെ ഹിറ്റ് ചിത്രമായ സജ്ജീറിലെ പ്രധാന വേഷത്തിലൂടെ ഹോളിവുഡിലെ പ്രബലരായ റൊമാന്റിക് ഹീറോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി മാറി. ഇന്ത്യയിലെ കോപിഷ്ഠനായ യുവാവ് എന്ന വിശേഷണം അദ്ദേഹം നേടി. പിന്നീട് അദ്ദേഹം 1973-ൽ മ്യൂസിക്കൽ റൊമാന്റിക് ചിത്രമായ അഭിമാനിൽ പ്രത്യക്ഷപ്പെട്ടു. 1975-ൽ ഈ സൂപ്പർ സ്റ്റാർ 2 വമ്പൻ സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ചു. യാഷ് ചോപ്രയുടെ ദീവാർ, രമേഷ് സിപ്പിയുടെ ഷോലെ. ഷോലെ അന്നും ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. अगर किसी ने हिलने की कोशिश की तो भून के रख दूंगा. अपने आदमियों से कह दो कि अपनी बंदूकें फेंक दें. തുടർന്ന് യാഷ് ചോപ്രയുടെ തന്നെ കഭി കഭിയിലെ റൊമാന്റിക് ഹീറോയുടെ പ്രകടനത്തിനും 1977-ലെ മെഗാ ഹിറ്റ് അമർ അക്ബർ അന്തോണിയിലെ അഭിനയത്തിനും ഏവരുടെയും മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു.
ബോളിവുഡിലെ ക്ഷുഭിതനായ യുവാവ് ഇരട്ട വേഷങ്ങൾ ചെയ്യുന്നതിൽ വളരെയേറെ വൈവിധ്യം നേടി. പ്രത്യേകിച്ച് അദാലത്ത്, കസ്മേവാദ, അവാർഡ് നേടിയ ഡോൺ തുടങ്ങിയ സിനിമകളിൽ ബോളിവുഡ് സെൻസേഷനായ ഒട്ടേറെ വേഷങ്ങളും അവാർഡുകളും വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ത്യൻ സിനിമയുടെ മുഖമായി മാറിയ ബച്ചൻ സുഹാഗ്, ദോസ്താന, സിൻസില, മഹാൻ തുടങ്ങിയ സിനിമകളിലെ തൻ്റെ കഥാപാത്രങ്ങൾക്ക് അതിശയകരമായ വിജയം നേടിക്കൊടുത്തു. മെഗാ ഹിറ്റ് ചിത്രമായ സജീറിന്റെ റിലീസിന് തൊട്ടു പിന്നാലെ അമിതാഭ് ബച്ചൻ തൻ്റെ സഹനടിയായ ജയബാദുരിയെ വിവാഹം കഴിച്ചു. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. അവിടെ താൻ തൽക്ഷണം നടനിലേക്ക് ലയിച്ചു പോയെന്നാണ് ജയബാദുരി അവകാശപ്പെടുന്നത്. ഏക് നസർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അമിതാഭ് ബച്ചൻ തൻ്റെ സഹനടിയായ ജയബാദുരിയെ പ്രേമിക്കുന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ഇരുവരും ഉടനെ തന്നെ വിവാഹിതരായി. താമസിയാതെ അഭിഷേക് ബച്ചൻ, ശ്വേത ബച്ചൻ എന്നീ 2 മക്കൾ അവർക്കുണ്ടായി. മുൻ ലോകസുന്ദരിയും ബോളിവുഡ് നടിയുമായ ഐശ്വര്യ റായിയെ അഭിഷേക് ബച്ചൻ വിവാഹം കഴിച്ചു. പ്രമുഖ ഹോളിവുഡ് നടനാണ് അഭിഷേക് ബച്ചൻ. ഇതിനിടെ രാഷ്ട്രീയത്തിലും ഒന്ന് പയറ്റി നോക്കാൻ അമിതാഭ് ബച്ചൻ ശ്രമിച്ചു. അതിനൊരു കാരണമുണ്ട്. രാജീവ് ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ബച്ചൻ. രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ ഇറ്റലിയിൽ നിന്ന് വന്നപ്പോൾ ആദ്യമായി 1 വർഷം താമസിച്ചത് ബച്ചന്റെ വീട്ടിലായിരുന്നു. ബച്ചന്റെ മാതാവ് തേജി ബച്ചനാണ് അവരെ ഭാരതീയ ചട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ആ കുടുംബവുമായി ഇരു കുടുംബത്തിനും നല്ല അടുപ്പമുണ്ടായി. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരു നഷ്ടക്കച്ചവടം തന്നെയായിരുന്നു ബച്ചന് സംഭവിച്ചത്. രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അമിതാഭ് ബച്ചൻ ബോക്സ് ഓഫീസ് ഹിറ്റായ ഷെഹൻഷായിലൂടെ തിരിച്ചെത്തി. ഹം, അഗ്നിപഥ് തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം വിജയത്തിന്റെ കൊടുമുടി കയറുക തന്നെ ചെയ്തു. പിന്നീട് അങ്ങോട്ട് ക്ഷുഭിതനായ യുവാവിന്റെ കരിയറിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഗ്രാഫ് കുത്തനെ താഴേക്ക് ഇടിഞ്ഞു. 1992 നടൻ ഫലത്തിൽ വിരമിച്ച മട്ടിലായി. 1996 അദ്ദേഹം സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ചു. അമിതാഭ് ബച്ചൻ തന്നെ സ്വന്തം സിനിമകളിൽ നായകനായി പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അതിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു. 1997 കമ്പനി തകർന്ന് തരിപ്പണമായി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. നിരവധി നിയമ പോരാട്ടങ്ങൾ ഈ മനുഷ്യന്റെ ജീവിതത്തെ വേട്ടയാടുകയും കാനറ ബാങ്ക് കേസ് കൊടുക്കുകയും ചെയ്തു. തന്റെ കരിയറിലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമം 1-ലധികം തവണ പരാജയപ്പെട്ടു. താരത്തിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം തുലഞ്ഞു. ഇന്ത്യൻ സിനിമയിലെ അത്ഭുത പ്രതിഭാസമായിരുന്ന അമിതാഭ് ബച്ചൻ നീണ്ട വർഷങ്ങൾ കൊണ്ട് നടന വൈഭവത്തിലൂടെ കോടികൾ സമ്പാദിച്ച മനുഷ്യൻ ഒടുവിൽ ഒരു നാൾ നിർഭാഗ്യം അമിതാഭ് ബച്ചനെ തേടിയെത്തി. സിനിമയിൽ അഭിനയിച്ചു നേടിയ കോടികളുടെ സമ്പാദ്യം അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ മേഖലയിലും ഇവന്റ് മാനേജ്മെന്റ് മേഖലയിലും നിക്ഷേപിച്ചു. കടുത്ത സാമ്പത്തിക പരാജയമായിരുന്നു ഫലം. കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത മനുഷ്യനായി ലോകം വിധിയെഴുതി. കുറച്ച് നാളുകൾക്ക് ശേഷം കോൻ ബനേഗ കോർപതി എന്ന റിയാലിറ്റി ഷോയിലൂടെ അദ്ദേഹം കൊടുങ്കാറ്റ് പോലെ തിരിച്ചുവരവ് നടത്തി. തൻ്റെ നഷ്ടപ്പെട്ട സമ്പാദ്യങ്ങളെല്ലാം ബച്ചൻ വീണ്ടെടുത്തു. ഒടുവിൽ ചലച്ചിത്ര താരം തൻ്റെ 1ാം സ്ഥാനം വീണ്ടെടുക്കുക തന്നെ ചെയ്തു. അമിതാഭ് ബച്ചന്റെ പഴയ സുഹൃത്ത് യാഷ് ചോപ്ര നിർമ്മിച്ച മൊഹബത്ത്, ആ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ബോളിവുഡിലെ പുതിയ നായകൻ ഷാരൂഖ് ഖാന്റെ ഒരു സഹകഥാപാത്രത്തെ അവതരിപ്പിച്ചു. ബച്ചന്റെ പ്രകടനം അദ്ദേഹത്തിന് ഏറെ കാത്തിരുന്ന മറ്റൊരു ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്തു. അമിതാഭ് ബച്ചൻ വൻ ജനപ്രീതി നേടിയിട്ടുള്ള TV ഷോ കോൻ ബനേഗ കോർപതിയുടെ അവതാരകനായി. അതായത് വാണ്ട്സ് ടു ബി എ മില്യനെയർ എന്നതിന്റെ ഇന്ത്യൻ പതിപ്പ്. കരൺ ജോഹറിന്റെ കഫി ഖുഷി കഫി ഗം, രവി ചോപ്രയുടെ ബാക്ക് ബാൻ, സജ്ജയ് ലീല ബൻസാരിയുടെ ബ്ലാക്ക് എന്നിവയുടെ രൂപത്തിൽ സൂപ്പർ സ്റ്റാർ കൂടുതൽ വിജയം ആസ്വദിച്ചു. ബച്ചൻ വീണ്ടും ശ്രദ്ധേയനാവുകയും നിരവധി അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. എന്തിനേറെ അങ്ങ് ഹോളിവുഡ് ഇതിഹാസങ്ങളോടൊപ്പം അഭിനയിക്കുക വരെ ഉണ്ടായി. കടക്കണിയിലകപ്പെട്ട് താഴ്ചയുടെ വക്കോളം എത്തിയ ഈ മനുഷ്യന്റെ കഠിന പ്രയത്നവും ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവും വളരെ വളരെ വലുതായിരുന്നു. അതുതന്നെയാണ് അമിതാഭ് ബച്ചൻ എന്ന നടനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. ഇന്നിപ്പോൾ അമിതാഭ് ബച്ചന്റെയും ജയ ബച്ചന്റെയും പേരിൽ 1578 കോടിയിലേറെ രൂപയുടെ ആസ്തിയാണുള്ളത്. ഇവരുടെ ജീവിതത്തിൽ നിന്നും ഏവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവാണ് വിജയരഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനം. ഓരോ പ്രതിസന്ധികളിലും ഓരോ പരിഹാരം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടുപിടിച്ച് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് വിജയപാതയിൽ മുന്നേറാനാകും. ഗുഡ് ബൈ.